നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്വാധീനിക്കും. കാലാവസ്ഥ നമ്മുടെ ഈ ശരീരത്തെ സ്വാധീനിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ചിന്തയിൽ നിന്നാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം രൂപം കൊള്ളുന്നത്. പ്രഭാഷകരുടെ പുസ്തകം 37:17 നമ്മൾ വായിക്കുന്ന കാര്യമാണത്. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. ഈ ലോകത്തിലുള്ള സർവ മനുഷ്യരും കൂടി നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്കാർക്കും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം വളരെ കഷ്ടമാണ്. കാരണം ഏത് വ്യക്തിക്കും നമ്മളെ നശിപ്പിക്കാം. അങ്ങനെ ഒരു ജീവിതമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെയോ പരലോകത്തിലെയോ ചെകുത്താന്മാരെല്ലാവരുടെ കൂടിയാലും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ആർക്കെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം വളരെ ദയനീയമാണ്. അങ്ങനെയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ നശിപ്പിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹല്ലേലൂയ. നീ നശിക്കണമെങ്കിൽ നീ തീരുമാനിക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരിക്കലും നശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 86% മനുഷ്യ ശരീരത്തെ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ചിന്തയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കണമെങ്കിൽ അവൻ്റെ ചിന്തയിൽ ഒന്ന് കൈകാര്യം ചെയ്താൽ മതി. നമ്മളെ നശിപ്പിക്കുന്ന ചിന്ത നമ്മുടെ തലയിൽ സൂക്ഷിച്ചാൽ നമ്മൾ നശിക്കും. നമ്മളെ വളർത്തുന്ന ചിന്ത നമ്മൾ നിലനിർത്തിയാൽ നമ്മൾ വളരും. ഹല്ലേലൂയ. ഇപ്പോൾ 2 വിധത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന് നമ്മളെ നശിപ്പിക്കുന്ന ചിന്തയുണ്ട്, ഒന്ന് നമ്മളെ വളർത്തുന്ന ചിന്തയുമുണ്ട്. നമ്മളെ വളർത്തുന്ന ചിന്ത എന്ന് പറയുന്നത് നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ചിന്തയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അത് സ്നേഹമാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കി അതാണ് എന്നെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊന്നുമല്ല. നമ്മളെ നശിപ്പിക്കുന്നതിൻ്റെ കാര്യം അത് നമ്മുടെ ചിന്തയിൽ തന്നെ കിടക്കുകയാണ്. നിന്നെ തന്നെ തളർത്തുന്ന ചിന്ത, നിന്നെ തന്നെ നശിപ്പിക്കുന്ന ചിന്ത, നിനക്കെതിരായ ചിന്ത, അത് നീ തലയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയാണ് നമ്മൾ കളയേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ്, ആദവും ഹവ്വയും പാപം ചെയ്തു. ആ നിമിഷം വരെ അവർക്കൊരിക്കലും അവരെക്കുറിച്ച് തളർത്തുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അവരുടെ ചിന്തയെല്ലാം നല്ല ചിന്തകളായിരുന്നു. സന്തോഷത്തിന് ചിന്തയായിരുന്നു, സ്നേഹത്തിന് ചിന്തയായിരുന്നു. അവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ചിന്തകളായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്ത മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ രംഗം ഒന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം പർദീസായിൽ വന്നിട്ട്, അപ്പോൾ ആദ്യത്തെ ഹവ്വയും കാണാനില്ല. അവരെ ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി തുന്നി ഉടുത്ത് മരത്തിന് ചുവട്ടിൽ ഒളിച്ചിരിക്കുന്നു.
ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർ വരുന്നില്ല. അപ്പോൾ ദൈവം വിളിച്ചു ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്? അപ്പോൾ ആദം വിളിച്ചു പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവം ഒരു മനുഷ്യനെ തിരുത്തുകയാണ്. ഒരു ചിന്തയാണ് തിരുത്തിയത്. ദൈവം ഉടനെ തന്നെ ചോദിക്കുകയാണ്, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ ഇപ്പം നിനക്കെതിരായിട്ട് ചിന്തിക്കുകയാണ്. നീ നിന്നെ വെറുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്ത നിനക്ക് തന്നത് ആരാണ്? ഇതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. അപ്പോൾ ദൈവം ആദ്യമായിട്ട് മനുഷ്യന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണിത്. നിന്റെ തലയിലൂടെ പാഞ്ഞു പോകുന്ന, നിന്നെ തന്നെ തളർത്തുന്ന വാക്യങ്ങൾ, അത് മുഴുവനും സ്നേഹത്തിനെതിരായ ചിന്തകളാണ്. ആ ചിന്തകളൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഇന്ന് ഈ കൂട്ടായ്മയിരിക്കുന്ന ഓരോ വ്യക്തിയോട് ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനാണ് നിന്നോട് ആര് പറഞ്ഞു? നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എന്ത് ചെയ്താലും വിജയിക്കുകയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? എല്ലാവരും നിനക്ക് എതിരാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ ഒരു നിർഭാഗ്യവാനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിനക്ക് ഇനി ജീവിതത്തിൽ ഒരു വിജയവും ഉണ്ടാകുകയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നെ കാണാൻ കൊള്ളുകയില്ലെന്ന് ആര് പറഞ്ഞു? നിന്നോട് ഒരു വ്യക്തിക്കും താല്പര്യമില്ല, എല്ലാവരും നിനക്ക് എതിരാണ്. ഇതൊക്കെ ആരാണ് നിന്നോട് പറഞ്ഞത്? ദൈവം പറയാത്ത ഈ കാര്യങ്ങൾ കണ്ടോ നമ്മുടെ തലയിലൂടെ കിടപ്പുണ്ട്. ഈ ചിന്ത വളരെ അപകടകരമാണ്. ഇത് ദൈവം തരുന്നതേ അല്ല. അപ്പോൾ ഈ ചിന്തയാണ് ദൈവം ആദ്യമായി ശാസിച്ചത്. ദൈവം ശാസിച്ച ആദ്യത്തെ കാര്യമാണിത്. കാരണം അതൊരു ദൈവത്തിൽ നിന്ന് വരുന്ന ചിന്തയല്ല. ആ ചിന്തയ്ക്കകത്ത് പൈശാചികത കിടപ്പുണ്ട്.